ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം ഒരു വീഡിയോ ഞാൻ ഇന്ന് യൂട്യൂബിൽ എനിക്ക് 2-3 പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലുള്ള ഒരു വീഡിയോ, അത് ഡോക്ടർ സന്ദീപും അതുപോലെ തന്നെ ഗദ്ദാഫി, അതായത് പോർട്രയാലിസ് ബൈ ഗദ്ദാഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ. ആ യൂട്യൂബ് ചാനൽ ഡോക്ടർ സന്ദീപിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. ബേസിക്കലി ഈ ഇൻ്റർവ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ സർജറിയുമായി ബന്ധപ്പെട്ട ട്രാൻസ് വുമൻ്റെയും ട്രാൻസ്മെൻ്റ് സർജറിയുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂ കേട്ടോ. അപ്പോൾ ഡോക്ടർ സന്ദീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി അമൃത ഹോസ്പിറ്റലിലെ സർജനാണ്. ഓക്കെ, ഒരുപാട് വർഷങ്ങൾ അവിടെ പല ആൾക്കാരും സർജറി നടത്തി കൊടുത്തൊരു സർജനാണ് ഡോക്ടർ സന്ദീപ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. ഇങ്ങനെ കണ്ടപ്പോൾ ഏകദേശം ഒരു 53 മിനിറ്റുള്ളൊരു ഇൻ്റർവ്യൂ ആണ് അത് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഈ ഇൻ്റർവ്യൂവിനോട് ഞാൻ എഗെയിൻസ്റ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് എനിക്കിത് ഇഷ്ടപ്പെടാഞ്ഞത് എന്നുള്ള കാര്യം. ഓക്കെ, ഇതിൻ്റെ താഴെ ഞാൻ ഒരുപാട് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അതിനൊന്നും അയാൾ എനിക്ക് മറുപടി തന്നിട്ടില്ല. ഇതിൻ്റെ ഗദ്ദാഫി എന്നിട്ടുള്ള ആൾ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്മെൻ്റായ എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെടാത്തത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ട്രാൻസ്മെൻസിൻ്റെ കേസ് എനിക്കറിയില്ല, മറ്റുള്ള ട്രാൻസ്മെൻ്റെ കാര്യം എനിക്കറിയില്ല. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇയാൾ ഒരു ഞാൻ ട്രാൻസ്മെൻ്റെ കാര്യം പറയുകയാണ്. സർജറിയുടെ ഓരോ പ്രൊസീജർ ഗ്രാഫിക്കലി ഡീറ്റെയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ വളരെ ദോഷമാണ്. കാരണങ്ങളാണ് പറയാൻ പോകുന്നത്. ഇങ്ങനെ സർജറി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കേസ് എന്താണുള്ളത്? എൻ്റെ ചോദ്യം അതാണ്. എന്താണുള്ളത്? എന്തിനാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം? സർജറി ചെയ്യാനുള്ള ആൾക്കാർക്കല്ലേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ എനിക്ക് സർജറി ചെയ്യണം, എനിക്ക് സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരും, ഇല്ലേ? ഇതിന് എന്തിനാണ് യൂട്യൂബർ ഇരുത്തി ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒരു ഡോക്ടറോട് പച്ചയ്ക്ക് ചോദിക്കേണ്ട ആവശ്യം എന്താ? പച്ചയ്ക്ക്. അപ്പോൾ ഇത് കാണുമ്പോൾ ഉള്ള ആൾക്കാരുടെ ഒരു മനസ്ഥിതി എന്തായിരിക്കും? ഇതിൻ്റെ താഴെ കമൻറ്റ്സ് ഞാൻ കണ്ടു. കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്, എന്തിനാ അത്ര കഷ്ടപ്പെട്ട് സർജറിയൊക്കെ ചെയ്യണത്, അയ്യോ കണ്ടിട്ട് പേടിയാവുന്നു, കേട്ടിട്ട് പേടിയാവുന്നു എന്നൊക്കെ ആൾക്കാരെ കമൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ട്രാൻസ്മെൻ്റെയോ പാരൻസ് ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ സർജറിക്ക് സമ്മതിക്കോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നെ. എന്തൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ സർജറിക്ക് പോകുന്നത് അറിയോ? ഒരാളും സമ്മതിക്കൂല. എത്രയും റിസ്ക്കുള്ള സർജറിക്ക് ആരും സമ്മതിക്കൂല. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? പല കാര്യങ്ങളും പറഞ്ഞുതരാം. പച്ചയ്ക്ക് ഓരോ കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ട്രാൻസ്മെൻറ്റ് സ്പേം ഉണ്ടാവുമോ? ട്രാൻസ്മെൻസിന് ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇൻ്റർകോഴ്സ് നടത്താൻ പറ്റുമോ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പച്ചക്കായ ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട്. മിസ്റ്റർ ഗദ്ദാഫി ചോദിക്കുന്നുണ്ട്. എന്തിനാണ് എൻ്റെ ആവശ്യം? അങ്ങനെയൊക്കെയാണ് ഒരു ഇൻ്റർവ്യൂ നടത്തേണ്ടത്? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ട്രാൻസ്മെൻറ്റോട് ചോദിക്കുക, പേഴ്സണലി വിളിച്ചാണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതൊക്കെയാണോ ചോദിക്കേണ്ട ചോദ്യം ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു വരുത്തിയുണ്ട് ഡോക്ടറെ അടുത്ത്? ഇത് സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറോട് പേഴ്സണലി ചോദിക്കുക. ആ കാര്യം സെക്സിൻ്റെ കാര്യം ഒക്കെ വിട്. സർജറിയുടെ കാര്യങ്ങളോട്ട് വരികയാണെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് സർജറി ചെയ്ത് എങ്ങനെയാണ് ഓരോ പ്രോസസ്സും എന്നുള്ള കാര്യം ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അത് കേൾക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അതായത് കോമൺ ആൾക്കാർ എല്ലാവരും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരല്ല. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള മനോഭാവം എന്തായിരിക്കും? അവനിപ്പോൾ കയ്യിൽ നിന്നും തുടയുന്നൊക്കെ പീസ് എടുത്തിട്ടല്ലേ സാധനം വെച്ചത്, അതിനിപ്പോൾ അതേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ഇതായിരിക്കും നിങ്ങൾക്ക്, അല്ലേ? അതുണ്ടാവുമല്ലോ. പല രീതിയിലുള്ള പല കാര്യങ്ങളുണ്ടാവും. ഇതിനൊക്കെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, പല ആംഗിൾ ചിന്തിക്കണം ഇതിൻ്റെ കാര്യങ്ങൾ. പല ആൾക്കാരുടെ ഉള്ളിൽ പല രീതിയിൽ. അപ്പോൾ പല ആൾക്കാർ ഇത് കണ്ടു. ഞാൻ കുറേ സംശയം തീർന്നു, അത് തീർന്നു, ഇത് തീർന്നു. എവിടെ തീരാനായി? സംശയം തീർന്നിട്ടൊന്നുമില്ല. സംശയം ഒരിക്കലും തീരുന്നതല്ല. ഇതിൻ്റെ സംശയം ഒരിക്കലും തീരില്ല. ഒരുപാട് സംശയങ്ങൾ ഇനി ഉണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ പല തോട്ട്സ്, അതായത് ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ്, ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒറ്റ ഇൻ്റർവ്യൂ കാരണം ഉണ്ടാവുക. ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ ഒരു പേഴ്സൺ പോയി യോജിക്കുന്നില്ല കേട്ടോ. ഒറ്റ പേഴ്സൺ പോയി ഇൻ്റർവ്യൂവിനെ യോജിക്കുന്നില്ല. അതിൻ്റെ കാരണം അതാണ്. ഇന്ന് പീസ് എടുക്കാത്തവനൊന്നും സാധനം വെച്ചിട്ടില്ല എന്നുള്ളൊരു തോട്ടല്ല ആൾക്കാർക്ക് ഉണ്ടാവുക, അല്ലേ? പല രീതിയിലുള്ള തോട്ട്സ് അതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ചോദ്യം ഒട്ടും ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളാണ്. ചോദിച്ച എല്ലാ ചോദ്യങ്ങളും, ഓരോ ട്രാൻസ്മെൻ്റ് സർജറിയുടെ കാര്യങ്ങൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് ഗ്രാഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതികൾ, ഇതൊക്കെ ഒരു കേൾക്കുമ്പോൾ എന്തായിരിക്കും? ആരെ വീട്ടുകാർ സമ്മതിക്കും ഇതിന്? ഫ്രണ്ട്സ് സമ്മതിക്കുമോ? വീട്ടുകാർ സമ്മതിക്കുമോ?
കൂടെ നിൽക്കുന്നൊരു സംഭവിക്കും സർജറി ചെയ്യാൻ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയാം ഈ പറയണ പോലെ ഒന്നുമല്ല സർജറി. കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഈ സർജറി വരുന്നത്. ട്രാൻസ്മെൻ്റ് സർജറിയെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. ട്രാൻസ്മെൻ്റ് സർജറി പറയുകയാണെങ്കിൽ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് സർജറി ഇത്രയും ഈസി ആയിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ സർജറിക്ക് ഈ റീസർജറിനെ കുറിച്ച് മിസ്റ്റർ സന്ദീപ് പറഞ്ഞിട്ടില്ല. സർജറി ചെയ്ത പല ആൾക്കാരും പല ട്രാൻസ്മെൻ്റ് പേരെടുത്ത് പറയുന്നില്ല, പല ട്രാൻസ്മെൻ്റിനെയും റീസർജറി ചെയ്തിട്ടുണ്ട്. അമൃതയെന്ന് ചെയ്തതാണ്, റീസർജറി ചെയ്തിട്ടുണ്ട്. റീസർജറി എന്ന് പറഞ്ഞാൽ അത്ര സില്ലി സംഭവമല്ല. പൈസ വേണം, ആൾ വേണം, പിന്നെ നമുക്കിതിന് റെസ്റ്റ് വേണം, നല്ല ബുദ്ധിമുട്ടാണ്, പെയിൻ അമ്മാതിരി. പല ഇത് റീസർജറി പ്രോസസ്സിലൂടെ പോയിട്ടുണ്ട്. സർജറി ഇങ്ങനെ പറയുന്ന സർജറി ഒരു മെത്തേഡാണ്. സർജറി 1-2 മെത്തേഡ് വേറെയുണ്ട്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത രീതിയിലുള്ള സർജറി ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ എന്ത് ഇൻ്റർവ്യൂ ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് ഇൻ്റർവ്യൂ ആണ് മിസ്റ്റർ ഗദ്ദാഫി മിസ്റ്റർ സന്ദീപിനെ വിളിച്ചു വരുത്തി സംസാരിച്ചിട്ടുള്ള കാര്യം. ട്രാൻസ്മെൻറ്റും പൊതുവേ സർജറി എങ്ങനെ ചെയ്തു എന്നുള്ളത് പബ്ലിക്കിനോട് പറയാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ഓർഗൻ എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് തുറന്ന് പറയാൻ ഇഷ്ടം ഉണ്ടാവും. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പം അതിനെന്തെങ്കിലും ഒരു സർജറി ചെയ്യേണ്ടി വന്നു, ഇതല്ല വേറെ എന്തെങ്കിലും ഒരു സർജറി, അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ ഇഷ്ടമാവുമോ നിങ്ങൾക്ക്? ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല. നോർമലി ആൾക്കാർ, ഞാൻ ട്രാൻസ്ജെൻഡറിനെ വിടാം, നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഇഷ്ടമാണോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് അവിടെ സർജറി ചെയ്യേണ്ടി വന്നു അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണോ? നമുക്ക് ആർക്കും ഇഷ്ടമാത്ത സംഭവം അത് ഇയാളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? സർജറി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ വെരി ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നൊക്കെ പറയുന്ന ട്രാൻസ് വുമൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ട്രാൻസ്മെൻ ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി പോയി കണ്ട് സംസാരിക്കുകയല്ലേ നല്ലത്? അല്ലെങ്കിൽ സർജറി ചെയ്ത പേഴ്സണലായിട്ടുള്ള ട്രാൻസ്മെനോട് സംസാരിക്കുകയല്ലേ ഏറ്റവും നല്ലത്? ഇതുപോലൊരു സംഭവം പുറത്തോട്ട് നമ്മൾ പബ്ലിക്കിൽ വരുമ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആൾക്കാർ സ്വന്തം വീട്ടുകാർ തന്നെ കാണും ഇത് ചെയ്യണ്ടെന്ന് പറയണേ, ഇത്രയും റിസ്ക് ആണെന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും കൂടെ ഉണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇതിലെനിക്ക് പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത് ചെയ്യണം തോന്നി, ഈ വീഡിയോ ചെയ്യണം തോന്നി. ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ആ രീതിയിൽ വേണം ഓരോ സർജറിയും. ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. അങ്ങനെ ഈസി ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന സർജറി അല്ല ഒന്നും. അപ്പോൾ ഇതൊക്കെ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ പറയുമ്പോൾ പല കാര്യങ്ങളും ഡോക്ടറും ചിന്തിക്കണം, ചോദിക്കുന്ന ഇൻ്റർവ്യൂവും ചിന്തിക്കണം. പച്ചയ്ക്ക് എല്ലാ കാര്യവും ട്രാൻസ്ജെൻഡർ ആണ് എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാൻ, നിങ്ങൾക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി ഇമ്മാതിരി ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വ്യൂസ് കിട്ടാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. എനിക്കതേ തോന്നിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ട്രാൻസ്മെനെ വിളിച്ച് ചോദിക്കുക, അവർ പറയത്തില്ല വേറെ കാര്യം. ഒരു ട്രാൻസ്മെൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, ഞാൻ ഇങ്ങനെയാണ് സർജറി ചെയ്തത്, എൻ്റെത് ഇങ്ങനെയായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല ആർക്കും. ഡോക്ടർക്ക് പറയാം, കാരണം ഡോക്ടർ ഇസ് എ ഡോക്ടർ, അയാൾക്ക് അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും, എസ്പെഷ്യലി സർജന്. പക്ഷെ ആരും പേഴ്സണലി കാര്യങ്ങൾ സംസാരിക്കില്ല. എൻ്റെ ഇത് വെച്ചിട്ട് ഒരാൾക്ക് ഇതൊന്നും സംസാരിക്കാൻ പറ്റില്ല ഓപ്പണായിട്ട് വന്നിട്ട്, സത്യമായിട്ടും. കാരണം ഇങ്ങനെയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല. ഒക്കെ പ്രൈവറ്റ് ആയിട്ട് നമ്മളൊരു കാര്യം, നിങ്ങൾ എന്ത് ഇൻ്റർവ്യൂ ആണ് എന്താണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രാൻസ്പെറൻറ്റ് സർജറി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ തുറന്ന് പുറത്തുപോയി ഒരാളോട് പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് പറയണം. അത് എത്രത്തോളം നമുക്ക് ഡിസ്റ്റോറി ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയും. കാരണം ആൾക്കാർ നമ്മളിത് ചോദിക്കും, നിങ്ങൾ സർജറി കംപ്ലീറ്റ് ചെയ്തതാണോ, നിങ്ങൾക്ക് അത് ചെയ്തോ ഇത് ചെയ്തോ, കയ്യിൽ നിന്ന് എടുത്ത് വെച്ചതാണോ, അതെടുത്ത് വെച്ചതാണോ, ഇതെടുത്ത് വെച്ചതാണോ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഇപ്പോൾ തന്നെ എൻ്റെ വീടിന് താഴെ പല ആൾക്കാർ വന്ന് കമൻസിലുണ്ട്, സാധനം എങ്ങനെ വെച്ചതാണോ, വെച്ച് പിടിപ്പിച്ചതാണോ, എന്താ ഫിറ്റ് ചെയ്തതാണോ എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊന്നും നമ്മൾ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സാധനം ഉണ്ട്, അതെങ്ങനെ വെച്ചു പിടിപ്പിച്ചു എന്നുള്ള കാര്യം പോലും അറിയേണ്ട ആവശ്യമില്ല, പബ്ലിക് അറിയേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണോ പബ്ലിക്കിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്തത്? ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. കാരണം നമ്മളാരും ഇപ്പോൾ ഇത് പബ്ലിക്കിൽ വന്ന് ചോദിക്കില്ല. നമുക്കിത് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഡോക്ടറെ അടുത്ത്, സന്ദീപ് ഡോക്ടറെ അടുത്ത് നേരിട്ട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും, ഇല്ലേ? ഇത് എടുത്താൽ മതി, ടോക്കണല്ല, പക്ഷേ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്താൽ മതി. 10,000 രൂപ ആകത്തുള്ളൂ. ഇനിയിപ്പോൾ 2,000 3,000 എത്രയാണെങ്കിലും അല്ലേ, അത്രയല്ലേ ആവുള്ളൂ. പബ്ലിക്കിന് ഇപ്പോൾ ഇത് അറിയേണ്ട ആവശ്യമില്ല, കാരണം ഓൾക്ക് ഇപ്പോൾ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ. ഇത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. എൻ്റെ 2-3 ഫ്രണ്ട്സ് അയച്ചതാണ് പറഞ്ഞു, എനിക്ക് ഈ വീഡിയോ അയച്ചു തരുന്നത് പറഞ്ഞു, എനിക്കിത് കാണാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ ആണ് ഇതൊക്കെയാണ് ഇൻ്റർവ്യൂ. ഡോക്ടറോട് ചോദിക്കേണ്ട ചോദ്യത്തിന് ഗ്രാഫിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആർക്ക് ഇൻഫർമേഷൻ കൊടുക്കാനാണ്? സൊസൈറ്റിക്ക് ഇൻഫർമേഷൻ കൊടുക്കാനോ? സൊസൈറ്റിക്ക് ഇൻഫർമേഷൻ കൊടുത്ത് എന്താണ്? അവരൊക്കെ സർജറി ചെയ്യാൻ പോകണം നാളെ. നമുക്ക് ഇൻഫർമേഷനെ നമുക്ക് ഡയറക്റ്റ് ഡോക്ടറെ മീറ്റ് ചെയ്ത് കണ്ടാൽ മതി. ഈവൻ ദോ ട്രാൻസ്മെൻ പൊതുവേ സർജറി കാര്യങ്ങൾ സംസാരിക്കാറില്ല. ട്രാൻസ്മെൻ്റെ അടുത്ത് തന്നെ പൊതുവേ സംസാരിക്കാറ്. അത്രയും ഡിസ്ഫോറിയുള്ള ആൾക്കാരാണ് ട്രാൻസ്മെൻ. ഒരു ട്രാൻസ്മെനും കൂടുതലായിട്ട് തൻ്റെ പ്രൈവറ്റ് പാർട്ട് എങ്ങനെയാണെന്ന് പോലും, അല്ലെങ്കിൽ എങ്ങനെ സർജറി ചെയ്യുന്നത് പോലും മറ്റുള്ള ട്രാൻസ്മെനോട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. ആ ആൾക്കാരുടെ സർജറി കാര്യങ്ങൾ നിങ്ങൾ ഈ പബ്ലിക്കായിട്ട് ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ നാളെ അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും?
വേറെ സംഭവം പറഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് വിചാരിച്ചോ. ഇത്രയും റിസ്ക് എടുത്ത് സർജറി ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. പേടി കൊണ്ടും പൈസ ഇല്ലാത്തതുകൊണ്ടും ഇൻഫെക്ഷൻ വരുമോ എന്നുള്ള പ്രശ്നം കൊണ്ടും പല അസുഖങ്ങൾ കാരണം. അപ്പോൾ ഇവരെ അവസ്ഥ എന്താ? ഇവരൊക്കെ ആൾക്കാരെ എങ്ങനെ കാണുക? ഇതൊന്നും ചെയ്തില്ലാത്ത ആൾക്കാരെ എങ്ങനെ കാണുക? ആണായിട്ടോ പെണ്ണായിട്ടോ? ഇതൊക്കെ ഈ മാതിരി ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഈ സർജറി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഒരിക്കലും ഇൻ്റർവ്യൂ ചെയ്യരുത്. എന്തിനാ അതിൻ്റെ ആവശ്യം? സർജറി റിലേറ്റഡ് കാര്യങ്ങളൊന്നും ഇൻ്റർവ്യൂ ചെയ്യാൻ പാടില്ല. അതൊക്കെ ഒരുപാട് ഡിസ്ഫോറിയ ഉണ്ടാക്കും നമുക്ക്. ഡോക്ടറോട് പേഴ്സണലി പോയി ചോദിക്കുക. ഈ ഇൻ്റർവ്യൂ നടത്തിയ ഗദ്ദാഫിക്ക് ഇങ്ങനെ വിവരം അറിയണമെന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി പോയി ചോദിക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ പേഴ്സണലി പോയി ഡോക്ടറെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മളെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് പബ്ലിക്കിൽ ഇത് വിളിച്ച് പറയില്ല വേണ്ടത്. എനിക്കിത് പേഴ്സണലി വിയോജിപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. വീഡിയോ കണ്ട നിങ്ങളെ വീട്ടിലെ അച്ഛനോ അമ്മയോ, ഇപ്പോൾ നിങ്ങൾ സർജറി ചെയ്യാൻ പോവാണ്, ട്രാൻസ്ഫോമണോ ട്രാൻസ്മെനോ, നിങ്ങളെ അച്ഛനോ അമ്മയോ ഈ സർജറിക്ക് സമ്മതിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഒരാൾ ഉത്തരം പറയണം. ആരും സമ്മതിക്കില്ല. ഇയാൾ ഈ ഒറ്റ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ സമ്മതിക്കില്ല. പേടിയാണ്. എന്താ പേടി? ഇത്രയും സർജറി റിസ്ക് അല്ലേ? ഇത്രയും കാര്യം നിന്ന് കൊടുക്കൂ? സമ്മതിക്കൂല. വീട്ടിൽ സമ്മതിക്കൂല. സമ്മതിക്കാതെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് വീട്ടിൽ അംഗീകരിക്കുന്ന ആൾക്കാരും കൂടി നമ്മൾ ഇതാക്കില്ല ചെയ്യണത്. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താണ്ട് ഇത് കാണുന്ന ആൾക്കാർ, ഫ്രണ്ട്സ് സമ്മതിക്കുമോ? പാർട്ട്ണർ സമ്മതിക്കുമോ? ആരും സമ്മതിക്കൂല. പിന്നെ ഉള്ളിൽ വേറെ ചിന്താഗതി, ഇവരെ ഇങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാക്കിയത്, ഇങ്ങനെയൊക്കെയാണോ അവർ ഉണ്ടാക്കിയെടുത്തെന്നുള്ള അതുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്തിനാ അതിൻ്റെ ആവശ്യം? ഉള്ളിൽ ഓൽക്ക് ആ സംഭവം ഉണ്ട്, എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ ഒരിക്കലും പറഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മളെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഈ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ വിളിച്ച് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇപ്പം നാളെ ഒരു ട്രാൻസ്മെൻ പാർട്ട്ണർ നോക്കുകയാണ്. ഈ പാർട്ട്ണർ നോക്കുമ്പോൾ ആ കുട്ടീൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് ഉണ്ടാകുക? ഇതുപോലത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊന്ന് വീഡിയോ ചെയ്ത് നാണം കെടുത്തത് ഞാൻ പറയുന്നത് വേണ്ട. നിങ്ങൾക്ക് സർജറി കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് പേഴ്സണലി പോയി ചോദിക്കുക. സന്ദീപ് ഡോക്ടർ ഹോസ്പിറ്റലിൽ കാണും, അമൃത ഹോസ്പിറ്റൽ, അവിടെ പോയി ചോദിക്കുക. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ചെയ്താലും കിട്ടും, അല്ലെങ്കിൽ ChatGPT ചോദിക്കുക. അല്ലാതെ ഇങ്ങനെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ എന്നാലും അതിലൊന്നും ഒരു ഡീറ്റെയിലായിട്ട് ഇങ്ങനെ ഇയാൾ പച്ചയ്ക്ക് വേണ പോലെ പറയുന്നില്ല. എന്നാലും ഇങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞ് സത്യം പറഞ്ഞ നാണം കെടുത്തത് ഇത് കണ്ടപ്പോൾ നല്ല ഡിസ്ഫോറിയ തോന്നി. ഇത് ശരിയുള്ള കാര്യമല്ല. ഇതിന് താഴെ കുറേ ട്രാൻസ്ഫോർമൻസ്, വെരി ഇൻഫോർമേറ്റീവ് വീഡിയോ, വെരി ഗുഡ് മെസ്സേജ്, വെരി താങ്ക്സ്, മറ്റത് മറിച്ചറിന് കമൻസും കണ്ടു. എന്ത് തേങ്ങയാണ് ഇതൊക്കെ? ഇത് നിങ്ങളെ വീട്ടിൽ സമ്മതിക്കും ഈ സർജറിക്ക് പോയി ചോദിച്ചു നോക്കി. ഇതൊക്കെ നല്ല സംഭവമൊക്കെ നല്ല ഇൻഫോർമേറ്റീവ് ഒക്കെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നല്ല ഗ്രാഫായിട്ട്. ഇത് പോയി ചോദിച്ചു നോക്കി. ഇത് കണ്ടിട്ട് ഇത് കൊണ്ട് കേൾപ്പിച്ചു കൊടുക്കും വീട്ടുകാർക്ക്. സർജറിക്ക് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു തരണം. എനിക്ക് കാര്യങ്ങൾ സംസാരിക്കണം. എങ്ങനെ സംസാരിക്കണം അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇങ്ങനെ വലിച്ചു വാരി ഡീറ്റെയിലായി സംസാരിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ് ഇതിങ്ങനെയൊക്കെയാണ് ജസ്റ്റ് ആ രീതിയിലുള്ള ഇൻഫർമേഷൻ മാത്രം പറയുക. അതിൻ്റെ ഔട്ട്ലൈൻ മാത്രം കൊടുത്താൽ മതി. അത് ഡീറ്റെയിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ ക്വസ്റ്റ്യൻസ് എമ്മാതിരി ചോദ്യങ്ങളാണ് ഇൻ്റർവ്യൂ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഇമാതിരി വൃത്തിയുടെ ചോദ്യങ്ങളൊക്കെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊന്നും സീരിയസ്ലി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഐ എം ടോട്ടലി അഗെയിൻസ്റ്റ് ഫോർ ദിസ് ഇൻ്റർവ്യൂ. ഓക്കെ. എനിക്കൊന്നും ഈ വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം അത്രയും എനിക്ക് ഭയങ്കര ഇതായിപ്പോയി ഇത് കണ്ടിട്ട്. ഭയങ്കര ദേഷ്യം തോന്നി ഈ വീഡിയോ കണ്ടിട്ട്. ഓക്കെ.